CPIM രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രഹേളികയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. VS അച്യുതാനന്ദന് എം സ്വരാജ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു എന്നാണ് ഒരു വ്യാഴവട്ടം മുൻപ് പുറത്തു വന്ന വാർത്ത. ഇക്കാലം അത്രയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് എം സ്വരാജ് ആവർത്തിക്കുന്നുണ്ട്. ഈ പ്രയോഗം നടത്തിയെന്ന് പറയുന്ന സമയത്തിനു ശേഷം VSനൊപ്പം പങ്കെടുത്ത യോഗങ്ങളും സമ്മേളനങ്ങളുമൊക്കെ എടുത്തു പറയുന്നുമുണ്ട്. VSുമായി അടുപ്പം തുടർന്ന അനുഭവങ്ങൾ എണ്ണി വിവരിച്ചു. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിക്കേണ്ടതാണ്. എന്നാൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനിടയിൽ അത് വീണ്ടും ചർച്ചയായി. VS വിടവാങ്ങിയപ്പോൾ ചിലരെങ്കിലും അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു. 2012 തിരുവനന്തപുരത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ DYFI സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം സ്വരാജ് അങ്ങനെ പ്രസംഗിച്ചു എന്നാണ് പിരപ്പൻകോട് മുരളി ആവർത്തിക്കുന്നത്. മുരളി പുസ്തകം വിൽക്കാൻ നുണ പറയുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിസ്സാരവൽക്കരിച്ചു. അതിനിടയിലാണ് മുൻ MPയും MLAയുമായ സുരേഷ് കുറുപ്പ് ഇതേ വാചകം ആവർത്തിച്ചത്. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്നായിരുന്നു ആരോപണം. അന്ന് ആദ്യമായി സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ചിന്താ ജെറോം ഇപ്പോൾ അതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് ഉയർന്നിട്ടേയില്ലെന്നായിരുന്നു മറുപടി. അതോടെ അന്നത്തെ ആ കൊച്ചു പെൺകുട്ടി അത് ചിന്താ ജെറോമാണെന്ന് എല്ലാവർക്കും ഉറപ്പായി. മന്ത്രി V ശിവൻകുട്ടിയും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അത് നിഷേധിച്ച് രംഗത്ത് വന്നു. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ആർക്ക് വിധിച്ചു? The real question of capital punishment is, do we deserve to kill? ഇതൊരു പഴമൊഴിയാണ്. വധശിക്ഷയെക്കുറിച്ചുള്ള ശരിയായ ചോദ്യം കൊല്ലാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്നാണ് ആ വാചകം പറയുന്നത്. VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് പറയാനും മിനിമം യോഗ്യത വേണ്ടേ? ഇനി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തലവെട്ടണമെന്ന് മാത്രമല്ല. സംഘടനയിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നുമൊക്കെ വേരോടെ പിഴുതെറിയുന്നതിനും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് അനൗപചാരികമായി പറയാറുണ്ട്. VSന്റെ കാര്യത്തിൽ അത് തലവെട്ടുക എന്ന അർത്ഥത്തിൽ തന്നെയായി മാറിയതിന്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയ നിരീക്ഷകൻ ജയശങ്കറിനാണ്. ഉത്തര കൊറിയയിൽ കിം ജോങ് ഉൻ സ്വന്തം അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്തു കൊന്നു എന്നൊരു കഥ പ്രചരിച്ച കാലമാണ്. അതുപോലെ VSന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്നാണ് എം സ്വരാജ് പറഞ്ഞത് എന്ന് ജയശങ്കർ വ്യാഖ്യാനിച്ചു. പിന്നാലെ അനേകം ജയിലുകളും തൂക്കുകയറുകളും കൊണ്ടുവന്ന തങ്ങളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നു പറഞ്ഞ് വിരട്ടേണ്ടെന്ന് VS തന്നെ തുറന്നടിച്ചു. അതോടെയാണ് അങ്ങനെ ഒരു പ്രയോഗം സംഭവിച്ചിരിക്കാം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാതായത്. അങ്ങനെ VSന്റെ കാര്യത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് തലവെട്ടുക എന്ന അർത്ഥം മാത്രമേയുള്ളൂ എന്നൊരു നില വന്നു. 2012 മുതൽ 2025 വരെയുള്ള കാലത്തും അങ്ങനെ ഒരു പ്രയോഗം നടന്നതാണ് എന്ന് മൂന്നാമതൊരു CPIM നേതാവും പറഞ്ഞിട്ടില്ല. ഇപ്പോ ആദ്യമായി പിരപ്പൻകോട് മുരളി പറഞ്ഞു. ആ സന്ദർഭവും സാഹചര്യവും ആളെയും മാറ്റി സുരേഷ് കുറുപ്പും പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒരു വാക്കിനോ അതല്ലെങ്കിൽ ഒരു വാചകത്തിനോ ഉള്ള പ്രസക്തി വളരെ വലുതാണ്. കുലംകുത്തി, പരനാറി, നികൃഷ്ടജീവി ഈ പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചതാണ്. അത് മൂന്നും രാഷ്ട്രീയത്തിൽ ദൂരവ്യാപക ദൂഷ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. വെറുക്കപ്പെട്ടവൻ, കറിവേപ്പില തുടങ്ങിയ പ്രയോഗങ്ങൾ VS അച്യുതാനന്ദൻ തന്നെ നടത്തിയതാണ്. ഇവയൊക്കെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള പ്രയോഗങ്ങളായിരുന്നു. എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെയാണ്. 32 സ്ഥാപകരിൽ ജീവിച്ചിരുന്ന അവസാനത്തെ ആളിനെതിരെയാണ്. ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്നപ്പോൾ മുതൽ വ്യക്തമായ ചുമതലകൾ നിർവഹിച്ചിരുന്ന ആളിനെതിരെയാണ്. പാർട്ടിക്കതീതനായി ജനപ്രിയനായ നേതാവാണ് VS എന്നതിന് തെളിവ് ആ അന്ത്യയാത്രയാണ്. അങ്ങനെ ഒരു നേതാവിനെതിരെ പറഞ്ഞതായി ആരോപിക്കപ്പെട്ടാൽ പ്രതികരണം എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടാകണം. ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യത്തിൽ അത് സംഭവിച്ചില്ല. യഥാർത്ഥത്തിൽ VSനെതിരെ അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മറുപടി കൊടുക്കേണ്ടത് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരായിരുന്നു. VSനെ സ്നേഹിക്കുന്ന ഇത്രയേറെ ആളുകൾ ഉണ്ടായിട്ടും പാർട്ടിയിൽ ഒരാൾ പോലും മറുപടി കൊടുത്തതായി റിപ്പോർട്ടുകൾ വന്നില്ല. S ശർമ്മയും K ചന്ദ്രൻപിള്ളയും J മേഴ്സിക്കുട്ടിയമ്മയും സുരേഷ് കുറുപ്പും ഇങ്ങനെ VSനൊപ്പം നിൽക്കുന്ന അനേകം നേതാക്കളുണ്ട്. ഇനി VSനൊപ്പമല്ലെങ്കിലും ഇടപെടാൻ ബാധ്യതയുള്ളവരാണ് ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത മുതിർന്ന നേതാക്കൾ ഓരോരുത്തരും. പാലോളി മുഹമ്മദ് കുട്ടി മുതൽ P രാജീവ് വരെയുള്ളവർക്ക് ഇടപെടുകയും അങ്ങനെ പറയരുത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യാം.
പാർട്ടി സമ്മേളനങ്ങളിൽ അതൊക്കെ സംഭവിക്കുന്നതുമാണ്. ഇവിടെ VSനെതിരെ അങ്ങനെ എം സ്വരാജ് പറഞ്ഞു എന്നതിന് സാക്ഷിമൊഴി പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ പിരപ്പൻകോട് മുരളി അത് പറഞ്ഞതോടെ വീണ്ടും ചർച്ചയായി. അതിന് പിന്നാലെയാണ് കൊച്ചു പെൺകുട്ടി എന്ന് പറഞ്ഞ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തൽ നടത്തുന്നത്. ചിന്താ ജെറോം VSനെതിരെ നിശിതമായി പറഞ്ഞു എന്ന് അന്നേ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന ആരോപണം ആദ്യമായി പറയുന്നത് സുരേഷ് കുറുപ്പാണ്. 1985 നവംബർ 20 മുതൽ 24 വരെ കൊച്ചിയിൽ നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടന്നത്. MV രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ച ആ സമ്മേളനത്തിൽ EMSനെ കടൽ കിഴവൻ എന്നുവരെ വിളിച്ചു. MV രാഘവനും പുത്തലത്ത് നാരായണനും PV കുഞ്ഞിക്കണ്ണനും വൈക്കം വിശ്വനുമൊക്കെ രൂക്ഷമായ ഭാഷയിൽ നേതൃത്വത്തിനെതിരെ പ്രതികരണങ്ങൾ നടത്തി. CPIMൽ മലബാർ ഗ്രൂപ്പ് ഉണ്ടെന്നും അത് അനുവദിക്കാനാകില്ല എന്നും EMS തറപ്പിച്ചു പറഞ്ഞ സമ്മേളനം കൂടിയായിരുന്നു അത്. ഒരു CPIM സമ്മേളനത്തിൽ നടന്നത് മുഴുവൻ അണുവിട തെറ്റാതെ മാധ്യമങ്ങൾക്കു ലഭിച്ച ഒരു സമ്മേളനം കൂടിയായിരുന്നു അത്. അന്ന് ജനറൽ സെക്രട്ടറി EMSഉം സംസ്ഥാന സെക്രട്ടറി VS അച്യുതാനന്ദനും MM ലോറൻസും മാത്രമായിരുന്നു നേതൃനിരയിൽ. ഇവർ ഒറ്റപ്പെടുകയും ചെയ്തു. അവർ പക്ഷേ വളരെ വിജയകരമായി ബദൽ രേഖയെ അതിജീവിച്ചു. വോട്ടിനിട്ട ബദൽ രേഖ തള്ളിക്കളയുന്നതിൽ VSന്റെ നയചാതുരി വലിയ വിജയം കണ്ടു. CPIM ഇന്നത്തെ രൂപത്തിൽ നിലനിന്നത് 85ലെ സമ്മേളനത്തിൽ VS എടുത്ത കർക്കശ നിലപാടുകൾ കൊണ്ടുകൂടിയാണ്. ബദൽ രേഖ അന്ന് പാസ്സായിരുന്നുവെങ്കിൽ CPIM ഇന്നു കാണുന്ന പാർട്ടി ആകുമായിരുന്നില്ല എന്ന് കരുതുന്നവരാണ് പാർട്ടിയിൽ കൂടുതലും. പാർട്ടിയെ തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്നും രക്ഷിച്ച കഥയാണ് VS അച്യുതാനന്ദന്റേത്. ആ ചരിത്രമാണ് ഈ സമയത്ത് പാർട്ടിയിൽ നിന്നും പുറത്തു വരേണ്ടിയിരുന്നതും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം.